മോർണിംഗ് അമേരിക്ക. നിലച്ചിരിക്കാതെ ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം. ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇറാന്റെ പ്രത്യാക്രമണം. അടിക്കടി തിരിച്ചടിയെന്ന മട്ടിൽ കാര്യങ്ങൾ പോയത് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തുന്നതുവരെ എത്തി. ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രയേൽ ആക്രമണത്തിനിരയായെന്ന വാർത്തകൾ വരുമ്പോഴാണ് നമ്മളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇരു രാജ്യങ്ങളിലുമുണ്ടായ നഷ്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. അതിന്റെ അലയൊലികൾ ലോകമെമ്പാടും ബാധിക്കും. അങ്ങ് അമേരിക്കയിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ ലോകമാകെ കാലാവസ്ഥാ മാറ്റമുണ്ടാകുമെന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ യുദ്ധങ്ങളും. എവിടെ യുദ്ധമുണ്ടായാലും അതിന്റെ ദുരന്തഫലം ലോകമെമ്പാടും അനുഭവിക്കേണ്ടി വരും. ഇന്ധന ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതും തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ സംഘർഷം നീണ്ടാൽ ലോകക്രമത്തിലും ലോക സമ്പദ് വ്യവസ്ഥയിലും എന്ത് പ്രത്യാഘാതമുണ്ടാകും? മധ്യസ്ഥ ശ്രമവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവമായി രംഗത്തുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകും? അമേരിക്കൻ ഡയലോഗും ഈ വാരം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ആണവ ഭീതിയിലോ? ഇന്നത്തെ എന്റെ അതിഥികൾ: കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, KMCC പ്രസിഡന്റ് UA നസീർ, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ്, സംരംഭകനും ഫോമർ വൈസ് പ്രസിഡന്റുമായ ഷാലു പുന്നൂസ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ HNO-CLICK സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഈ ഒരു സംഘർഷം നടക്കുമ്പോൾ ഇസ്രയേൽ തരുന്ന ഒരു ന്യായം ഇത് ആണവ ഭീതി ഒഴിവാക്കാൻ, ഇറാന്റെ ആണവ ശേഖരം നശിപ്പിക്കാനുള്ള ഒരു യുദ്ധമാണെന്നാണ്. പക്ഷെ അതിനപ്പുറമായി എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ? ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക, ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റുക, ഖൊമൈനിയെ അവിടെ നിന്ന് ഒഴിവാക്കുക. പക്ഷേ അത്തരത്തിലൊരു അജണ്ടയുണ്ടോ? ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും അദൃശ്യകരമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? രണ്ടുമുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയുടെ അദൃശ്യകരമുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. ഏകദേശം 3ഓളം എയിംസ് ആണ് അവർക്കുള്ളത്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ ന്യൂക്ലിയർ സെന്റേഴ്സ് ഇല്ലാതാക്കുക, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രെയിനുകൾ, അതുകൊണ്ടാണ് ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഇല്ലാതാക്കിയത്. അതും കഴിഞ്ഞ എക്സ്ട്രീംലി അൺലൈക്ലി സിനാരിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റെജീം ചേഞ്ച്. കാരണം റെജീം ചേഞ്ച് അത്ര എളുപ്പമല്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്തെ പ്രസിഡന്റിനെ മാത്രമല്ല, ഇവർക്കിപ്പോ സുപ്രീം ലീഡറിന്റെ ഒപ്പം തന്നെ IRGC ഉണ്ട്. IRGC വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഗാർഡിയൻ സെല്ലുണ്ട്. ഇതിനെല്ലാം മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഓർക്കണം, ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്രായേലിന്റെ ഏകദേശം 75 ഇരട്ടിയോളം സൈസും 10 ഇരട്ടിയോളം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെ വെറുതെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരുടെ മൊത്തം ഒരു റെജീം ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരുപക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നടക്കുന്ന അൺറെസ്റ്റ് വ്യാപിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അതിലോട്ട് എത്താം എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അത് ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ്ലി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലൈറ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ട്രംപിന്റെ നെഗോഷിയേഷൻ ടേബിളിലോട്ട് ഇറാനെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം തകർത്ത് കളയുന്നതിനുപരി ഇറാനെ അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു യുദ്ധത്തിന് അവസാനമാകും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അൺലൈക്ലി സെനാരിയിലോട്ട് പോകുവാണെങ്കിൽ മാത്രമാണ് റെജീം ചേഞ്ച് നടക്കുക എന്ന് പറയുന്നത്. ശരി, താങ്ക് യു. മിഥുൻ, ഇപ്പോൾ അമേരിക്കയുടെ ഒരു അദൃശ്യ കരങ്ങൾ അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ്സ് ഇതിന് പിന്നിലുണ്ട് എന്ന് നിർമ്മൽ എബ്രഹാം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ ഒരു അദൃശ്യ കരങ്ങളുണ്ട് എന്ന ഒരു തിയറി പറയുന്നവരുണ്ട്, അതിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. അമേരിക്കയ്ക്ക് എന്താണ് ഇതിൽ കാര്യം? എന്തായിരിക്കാം അമേരിക്ക, ഏത് രീതിയിലായിരിക്കാം ഇതിലൊരു മധ്യസ്ഥ ശ്രമം നടത്തുന്നത്? അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമ്പോഴും ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോഴും അമേരിക്കയുമായി അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? വാഷിംഗ്ടൺ DC പറയുന്നത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പെന്റഗൺ ഈസ് വെരി മച്ച് ഇൻവോൾവ് ഇൻ ദാറ്റ്. ഓക്കെ, ഈ പറയുന്ന ഈ ആക്രമണം അല്ലെങ്കിൽ പ്രത്യാക്രമണം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബൈ അമേരിക്കൻ പെന്റഗൺ, അമേരിക്കൻ ജനറൽസ്. ഓക്കെ, അമേരിക്കൻ സെന്ററിലെ ജനറൽ ആയിട്ടുള്ള മൈക്കൽ കറീല ഈസ് ബ്രീഫ്ഡ് അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ദേ ഹാവ് പ്ലാൻ, കണ്ടിജൻസി പ്ലാൻ. ആൻഡ് ഈ പറയുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാകില്ല, വർഷങ്ങളെടുത്ത് ഹൗ ടു അറ്റാക്ക് ഇറാൻ. ഓക്കെ, ഇതവിടെ ക്രിയേറ്റ് ചെയ്ത് വെറുതെ എടുത്ത് വെച്ചിരിക്കുന്നതല്ല, അവരവിടെ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് ഇറ്റ്. ഐ വർക്ക് വിത്ത് ദീസ് മിലിറ്ററി പ്ലാനേഴ്സ്. ഓക്കെ, അവർക്ക് വളരെ അപ്ഡേറ്റഡ് ആണ് പറയുന്നത്. അതായത് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് കോമൺ എയിം, റെജീം ചേഞ്ച്, അവരുടെ മാറ്റുക. അടുത്തെന്ന് പറയുന്നത് ന്യൂക്ലിയർ, അവരുടെ ഈ പറയുന്ന ആഗ്രഹം ഇല്ലാതാക്കുക. ഫസ്റ്റ് നമ്മൾ കാണാൻ സാധിച്ചു, അവരുടെ വരുമാനത്തിലാണ് കൈവച്ചിരിക്കുന്നത്. റിഫൈനറീസ് ഇല്ലാതാക്കിയിരിക്കുന്നു.
അതിനോട് ട്രംപിന് അത്ര യോജിപ്പില്ലെങ്കിൽ പോലും ഈ പറയുന്ന നെത്തന്യാഹു ഒരു അൺസ്റ്റേബിൾ ആയ വ്യക്തിയാണ്. ഈ ക്യാൻ ഗോ ടു എനി ലെവൽ. റിഫൈനറീസ് ഇല്ലാതാക്കിയിരിക്കുന്നു. വരുമാനം ഇല്ലാതാകുമ്പോൾ ബൈ ഡിഫോൾട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? ജനങ്ങൾ തെരുവിലിറങ്ങും. തെരുവിലിറങ്ങി എന്ത് സംഭവിക്കാൻ പോകുന്നു? ഈ പറയുന്ന റെജീം ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ് അധികം വൈകാതെ. ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കോമൺ എയിം, രണ്ടുപേരും കോമൺ എയിമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്റൽസ്. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീതി എന്താണ് ഇറാനെ പറ്റി? അമേരിക്കൻ അസറ്റ്സ് ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ. അമേരിക്ക ഏതോ 5ഓളം രാജ്യങ്ങൾ അമേരിക്കൻ അസറ്റ്സ് ഇൻ ഖത്താർ, ഇൻ കുവൈറ്റ്, UAE. ദാറ്റ്സ് ലൈക്ക് വെരി പ്രോൺ ഫോർ ബലിസ്റ്റിക് മിസൈൽ. ഒരു പട്ടാൾക്കാരൻ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം പറയണ പാർലമെന്റിലും സ്റ്റേറ്റും സെക്രട്ടറിയിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക പ്ലേയിങ് വെരി സ്മാർട്ട്. അമേരിക്ക എന്താ പറയുന്നത്, ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി പറയുന്നു, റൂബിയോ പറയുന്നു ഞങ്ങൾക്കൊരു ഇൻവോൾവ്മെന്റും ഇല്ല. പക്ഷേ ഇവിടുത്തെ പെന്റഗൺ ജനറൽസ് ദേ ആർ സിറ്റിംഗ് വെരി നെക്സ്റ്റ്. ട്രിഗർ വലിച്ചിരിക്കുന്നത് ഇസ്രായേലാണ്, പക്ഷെ തൊട്ടടുത്തിരിക്കുന്നു അമേരിക്കൻ ജനറൽ. ഹീസ് മെയിൻറ്റെയിനിങ് ഇറ്റ്, പ്ലാനിങ് ഇറ്റ്. ഓക്കെ, വെരി പ്ലാനിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്താം. പ്ലാനിങ് വേറെ ഒന്നുമല്ല, കണ്ടിജൻസി പ്ലാൻ. അതായത് ഇൻ കേസ് അമേരിക്കൻ അസറ്റ് അറ്റാക്ക് ചെയ്താൽ അമേരിക്കൻ F-35 നിമിഷങ്ങൾക്കുള്ളിൽ ഇറാൻ ടെഹ്റാന്റെ മുകളിൽ പറന്നു കളിക്കും. അപ്പോൾ എന്ത് വേണം? സഖ്യകക്ഷികളാണ് ഈ പറയുന്ന ഇറാനും ഇസ്രായേലും പിന്നെ അമേരിക്കയും. അപ്പോൾ അവർക്കൊരു നോ ഫ്ലൈ സോൺ വേണം. അതായത് ഞാൻ എവിടെ അറ്റാക്ക് ചെയ്യും, നീ എവിടെ അറ്റാക്ക് ചെയ്യും. ഇൻ കേസ് അസറ്റ്സ് ഉണ്ട്, ഈ പറയുന്ന അമേരിക്കൻ അസറ്റ്സ് ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു, പക്ഷെ ദേ മൈറ്റ് ബി ഇസ്രായേലിന്റെ പട്ടാളക്കാർ ഒരു പക്ഷെ കാണുമായിരിക്കാം ഇറാന്റെ ഒരു പക്ഷേ. അവർ ഇവാക്യുവേറ്റ് ചെയ്യാം. ബ്ലാക്ക് ഫോക്സ് വരുമ്പോൾ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യും? ഫ്രണ്ട്ലി ഫയർ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ വാറായിട്ട് പ്ലാനുകളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ദേ മൈറ്റ് ബി ഷെയറിംഗ് സെയിം റൂൾ, നെവർ നോ. ബട്ട് കൺട്രോൾ സെന്റർ, അമേരിക്കൻ കൺട്രോൾ സെന്റർ controlled by Mike Kurela is very much aware of it, but America playing very smart. Like ballistic missiles ആണ് ഏറ്റവും വലിയ ശല്യം. ballistic missiles ഇസ്രായേൽ തീർക്കട്ടെ. will give you all support with Arrow 2, Arrow 3, David Sling and അമേരിക്കയുടെ നേവി ഡിസ്ട്രോയർ ആയിട്ടുള്ള ആഡം ഹണ്ടർ ഈസ് ദർ. അവിടെ ഉണ്ട് ഈ പറയുന്നത്. അവൻ പാട്രിയോട്ട് കൊണ്ട് തകർക്കുന്നു. സോ ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് എക്സിക്യൂഷൻ ബൈ പെന്റഗൺ. ബട്ട് വാഷിംഗ്ടൺ DC പറയുന്നു ലെറ്റ്സ് ഡയലോഗ്. ദാറ്റ്സ് ദ സെയിം തിങ്. ഹൗ ദിസ് വർക്ക്? ക്രിസ്റ്റീന. ശരി, താങ്ക് യു. ശ്രീ UA നസീർ, ഇപ്പോൾ നമുക്കറിയാം ലോകത്തെവിടെയാണെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോകത്തെ തന്നെ റെഫർ ചെയ്യുന്ന ഒരു ആഗോള ഗ്രാമം എന്ന നിലയിലാണല്ലോ. അപ്പോൾ ഒരിടത്തുണ്ടാകുന്ന ഒരു യുദ്ധം ആ രാജ്യങ്ങളെ മാത്രം, ആ മേഖലയെ മാത്രമല്ല ബാധിക്കുന്നത്, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബാധിക്കും. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗൾഫ് മേഖലയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നിരവധി ഇന്ത്യക്കാരാണ് ഉപജീവന മാർഗത്തിനായി പല രീതിയിൽ ഈ ഗൾഫ് മേഖലയിലുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം ഇതിങ്ങനെ പോയാൽ, നെതന്യാഹു പറയുന്നത് ഇത് ഉടനെയൊന്നും തീരില്ല എന്നൊരു സൂചനയാണല്ലോ തരുന്നത്. ഇതിങ്ങനെ പോയാൽ അത് ഇന്ത്യയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? നോക്കൂ, കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ലോകം മുഴുവൻ ഇതുപോലെ യുദ്ധങ്ങളും അതുപോലെ അപകടങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിലെല്ലാം നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും എല്ലാം പരസ്പരം കോത്തിണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നിലച്ചിരിക്കാതെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനിൽ വന്നുകൊണ്ട് അവിടെ ബോംബിടുകയും തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളിലും അതിന്റെ നേതാക്കളെയും എല്ലാം വളരെ സമർത്ഥമായ രീതിയിൽ തന്നെ, ഒരു ആർമി എന്നുള്ള നിലക്ക് നമ്മൾ ശരിക്കും ഇസ്രായേലിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കാതെ മാർഗമില്ല. പക്ഷെ നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഏറ്റവും ആദ്യം അനുകൂലിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇറാൻ. അവർ തമ്മിൽ പെന്റഗൺ, ഇസ്രായേലിന്റെ മൊസാദും അതുപോലെ ഇറാനിലെ രഹസ്യാന്വേഷക ഏജൻസികളെല്ലാം കുറെ വർഷങ്ങളോളം ഒരുമിച്ച് പരസ്പരം പ്രവർത്തിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇസ്രായേലിന്റെ മൊസാദിനുമെല്ലാം ഇറാനിന്റെ ഉള്ളിലുള്ള എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിവും അതിനനുസരിച്ച് സ്പൈ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം ആ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ സമർത്ഥമായ രീതിയിലാണ് ആ അക്രമം അവിടെ നടന്നത്. തന്നെയല്ല, ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഇറാന്റെ പല പോളിസികളോ കാര്യങ്ങളോ നമ്മളാരും അംഗീകരിക്കുന്നില്ലെങ്കിലും ഇറാൻ എന്ന രാഷ്ട്രം ഇപ്പോൾ സാമ്പത്തികമായും മറ്റു ഉപരോധങ്ങളും മറ്റെല്ലാ കാരണങ്ങളാലും വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നടന്ന വിപ്ലവത്തിന് ശേഷം ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് മാറണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ചില ആളുകൾക്കുണ്ട്. അപ്പൊ അതിനെല്ലാം പറ്റിയൊരു സമയം എന്നുള്ള നിലക്കായിരിക്കാം ബദ്ധവിരോധി എന്നുള്ള നിലക്കും ആണവ ആയുധങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള നിലക്കും മറ്റൊരു ആണവായുധ രാഷ്ട്രമായ ഇസ്രായേൽ ഇതിന് മുതിർന്നത്. പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ മാറുക അത് സംശയമില്ല. ഇന്ന് ശരിക്കും ഞായറാഴ്ച
അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കേണ്ടതായിരുന്നു. അതെല്ലാം ക്യാൻസലായി പോയി. ഈ ഇസ്രായേലിലെ ഒരു സഹോദരിയുടെ കുറച്ച് നേരത്തെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരണം കേട്ടപ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രയാസം തോന്നി. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം, അത് മലയാളി ഒരു സഹോദരിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇസ്രായേലും 2 രാഷ്ട്രങ്ങളാണെങ്കിലും ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും ബന്ധമുണ്ട്. അതിനേക്കാളേറെ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഇറാനുമായിട്ടും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അകാരണമായി ഞാനിപ്പോ ഇവിടുന്ന് സംസാരിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നാണ്. ഇവിടെ എൻ്റെ അയൽവാസികളായിട്ടുള്ള അമേരിക്കക്കാർക്ക് വരെ സത്യത്തിൽ എന്താണ് നടക്കുന്ന കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി അവരൊന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ വിവരാതിപ്പെടുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യക്കാരും പ്രവാസികളും മലയാളികളും എല്ലാം ഒരു ഫുട്ബോൾ ട്രോഫി കാണുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കാണുന്ന ലാഘവത്തോടു കൂടി പരസ്പരം ഇതിനെക്കുറിച്ച് പോരടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മളെല്ലാം ഈ ചർച്ച ചെയ്യുന്ന നമ്മളെല്ലാം സേഫ് സോണിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ പ്രശ്നങ്ങളാണ്. ഇറാൻ തക്കതായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു. ഇറാന്റെ പെട്ടെന്ന് അവിടെ ഭരണം മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. 10-50 കൊല്ലം മുമ്പാണ് അവിടെ ഇപ്പോഴും നടന്നെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ അതിനുശേഷം ജനിച്ചു വളർന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഇറാനിലുള്ളതെങ്കിൽ കൂടി അവരെല്ലാം ലോകം നോക്കി കാണുന്നതാണ്. ഇറാഖിലെ അനുഭവങ്ങളും അതുപോലെയുള്ള കേണൽ ഗദാഫി പോയതിനു ശേഷം ആ രാഷ്ട്രത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അരക്ഷിതാവസ്ഥയിലേക്ക് പോയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവരെല്ലാം രാജ്യത്തോട് കൂടുതൽ ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് മുതിർമ തോന്നുന്നില്ല. നമ്മളെ വിഷയം അതല്ല. ഇന്ത്യക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യത്തിന് പുറമെ നമ്മളെല്ലാവരും ഭൂരിപക്ഷം ആളുകളും പ്രവാസികളാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, അമേരിക്ക ഇതിന്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്നുള്ള അന്താരാഷ്ട്ര പല വാർത്താ ഏജൻസി നോക്കുമ്പോൾ പല നിലക്കുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം സൂചിപ്പിച്ച പോലെ അമേരിക്ക സംബന്ധിച്ചിടത്തോളം വാണിജ്യ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, യുദ്ധം വേണ്ട എന്ന് കരുതുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ലോകത്ത് സമാധാനം വരണം. പക്ഷെ ഈ യുദ്ധം ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ആരും കക്ഷി ചേർന്നിട്ടില്ല. പക്ഷേ നാളെ മറ്റന്നാളോ അമേരിക്കയിൽ കക്ഷി ചേർന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയെ സഹായിക്കാതിരിക്കാൻ സാധിക്കില്ല. ആ നിലയ്ക്ക് മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇറാനെ സഹായിക്കാൻ വരും. അതോടുകൂടി ഗൾഫ് മേഖലയിൽ വമ്പിച്ച സംഘർഷം ഉടലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗെയിം കാണുകൊണ്ടിരിക്കുന്ന ലാഘവത്തോടുള്ള എല്ലാ ആളുകൾക്കും ഇന്ധനത്തിന്റെ വില മുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യക്കാരെയും നമ്മുടെ മലയാളികളെയും ഇത് വളരെയധികം രൂക്ഷമായ രീതിയിൽ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കട്ടെ. യുദ്ധം ഇല്ലാതെ നല്ലൊരു ഭാവിയിലേക്ക് വരട്ടെ എന്ന് മാത്രമാണ്. അത് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. ഒരു കാരണവശാലും ഈ യുദ്ധം, ഈ സംഘർഷങ്ങൾ നീളാൻ പാടില്ല. ഇരു രാജ്യങ്ങളിലും ലോകമെമ്പാടും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. ഷാലു, ഇപ്പോൾ അമേരിക്കയുടെ ഒരു അദൃശ്യകരം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ മിഥുനാണെങ്കിലും നിർമ്മലാണെങ്കിലും പറയുന്നത് അതാണ്. പക്ഷേ ഇവരെ ഈ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് പോലും അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ ഇതിനെ ഒരു അവസാനം ഉണ്ടാക്കും, ഒരു ആണവ കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകമെമ്പാടും യുദ്ധങ്ങൾ ഇല്ലാതാക്കും, സമാധാനത്തിൻ്റെ ഒരു പ്രവാചകൻ എന്ന രീതിയിലാണ് ട്രംപ് അധികാരമേൽക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും അദ്ദേഹത്തിന് അതങ്ങോട്ട് പ്രായോഗികമാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഈ ഒരു സംഘർഷത്തിന് അറുതി വരുത്താൻ കാരണമാകുമെന്ന് കരുതുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇറാൻ യുദ്ധത്തിന്റെ കാര്യമായാലും ഏത് കാര്യമായാലും കഴിഞ്ഞ 3 ദിവസമായി ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ ചാനലുകളിലും കാണുന്ന ഒരു കാര്യം, അമേരിക്കയെ കുറ്റപ്പെടുത്തി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ചാനലുകളാണ് നമ്മുടെ നാട്ടിൽ എല്ലാം. എന്തോ ഒരു വിഭ്രാന്തി ഉണ്ട് അമേരിക്കയെ കുറ്റപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനായിട്ട് ചാനലുകൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ ചാനലും അങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എല്ലാ കാര്യങ്ങളും നേടാനും ചികിത്സയ്ക്കും ഒക്കെ അമേരിക്ക വരികയും വേണം, എന്നാൽ അമേരിക്കയെ കുറ്റം പറയുകയും ചെയ്യണം. അന്നൊരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ ജനത, കേരളത്തിലെ ജനത പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെ വർഷങ്ങളായിട്ട് 1979 തൊട്ടുള്ള യുദ്ധം അവർ കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇവര് നല്ല സൗഹൃദത്തിലായിരുന്നു. അതാണ് പ്രശ്നം. നല്ല സൗഹാർദ്ദത്തിൽ ഇരിക്കുന്നവര് ശത്രുതയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരു രമ്യതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടാണെന്ന് നമുക്കറിയാം. അല്ല, അത് ഇസ്രായേലിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇറാന്റെ 75%
പോലും ഇല്ല, അല്ല സോറി, ഇസ്രായേലിന്റെ 75% വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഒരു പൊട്ട് പോലെ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയും ഇസ്രായേലോട്. ഇറാന്റെ കയ്യിൽ അണ്വായുധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ അവിടെ നിലനിൽപ്പില്ല. ഇസ്രായേൽ കട്ടിലിനടിയിൽ ഈ മറ്റേ ബോംബ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയായി കഴിയും ഇറാന്റെ കയ്യിൽ അണ്വായുധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ. ഇറാൻ അവിടെ നമ്മുടെ ഹമാസിനെ സഹായിക്കുന്നു, ഹിസ്ബുള്ളയെ സഹായിക്കുന്നു. ഇവരുടെയൊക്കെ വേണ്ട സാമ്പത്തിക സഹായങ്ങളെ, ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇനി ഇറാന്റെ അണുവായുധങ്ങളൂടെ അവരെ കൊടുത്തു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഇല്ലാതായി പോകും. അപ്പൊ അവരുടെ നിലനിൽപ്പിന്റെയും കൂടെ പ്രശ്നമാണ് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കുക എന്നുള്ളത്. അതിന് പ്രസിഡന്റ് ട്രംപ് വളരെ സമയമായിട്ട് 60 ദിവസമായിട്ട് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവാണ് എങ്ങനെയെങ്കിലും ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട്. ഈ ഇസ്രായേല് ആയത്തുള്ളയെ, നമ്മുടെ ഇസ്രായേലിന്റെ ഏറ്റവും പരമോന്നതനായ ആയത്തുള്ളയെ വധിക്കാനായിട്ട് ട്രംപിനെ കൂട്ടുപിടിച്ചാണ്. ട്രംപ് പറഞ്ഞു അങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല, നമുക്ക് സമാധാനം വേണം, ചർച്ചകൾ വേണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പൊ ഏത് രീതിയിലും സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസിഡന്റ് അമേരിക്കയിലുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ രാജ്യങ്ങളൊന്നും തയ്യാറാകാതെ വന്നാൽ പ്രസിഡന്റ് ട്രംപിനെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് ഇസ്രായേൽ ഇറാനും മാറിപ്പോയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആയത്തുള്ള ഖുമൈനിയെ അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ പറഞ്ഞു വന്നപ്പോഴുണ്ടായ ഒരു നാവുപിഴ ആയിരിക്കാം അത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ, ഈ പറയുന്നത് പോലെ ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്വേഷവും പരസ്പരം ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ആക്രമണത്തിലൂടെയാണോ തീർക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഇതിനൊക്കെ ഉപരിയായി രാജ്യാന്തര സംഘടനകൾ, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുണ്ട്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുന്നത്, പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്നോ എന്നൊരു ചോദ്യമൊക്കെ ഇവിടെ ഇത് ഉയർത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് പോകേണ്ടത് ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ്. നിർമ്മൽ, ആക്രമണത്തിന് മുമ്പ് ഇത്രയും നാളായിട്ട് വളരെയധികം ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ട് ഇറാൻ ഇപ്പോൾ ബോംബ് ഉൽപ്പാദിപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം അരികിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ചർച്ചകളോട് എന്ത് ഫലമാണ് ഉണ്ടായിട്ടുള്ളത്? ഷാലു, ചർച്ച നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ, ഡൊണാൾഡ് ട്രംപ് അല്ലേ ചർച്ച നടത്താൻ മുൻകൈ എടുക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഐക്യരാഷ്ട്ര സംഘടന പോലെ ഒരു രാജ്യാന്തര സംഘടന ഇവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയാണ്. എന്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന അതിന് മുൻകൈ എടുക്കുന്നില്ല? അംഗരാജ്യങ്ങളുടെ ഒരു പിന്തുണ നേടുന്നില്ല? എല്ലാ രാജ്യങ്ങളും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല? ഒരു അമേരിക്കൻ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ ഇതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നിർമ്മലിനോട് ചോദിക്കാം. നിർമ്മൽ, ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു സാമ്പത്തിക പ്രത്യാഘാതം എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു തുടങ്ങി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ പാഴ്സ ഇന്ന് രാവിലെ ആക്രമിക്കപ്പെട്ടു. വീണ്ടും കൂടുതൽ ഓയിൽ ഫീൽഡുകളിലേക്ക് ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എണ്ണ വിതരണം തടസ്സപ്പെടും. എണ്ണ വിതരണം തടസ്സപ്പെടുമ്പോൾ എണ്ണ ഉൽപ്പാദനവും ഇറാൻ എണ്ണ നൽകുന്ന രാജ്യങ്ങളിലേക്കുള്ള എണ്ണവരവും ഒക്കെ തടസ്സപ്പെടുകയും ആ ഡിമാൻഡ് അതേപോലെ നിൽക്കുകയും സപ്ലൈ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എണ്ണവില കണ്ടമാനം കൂടും. അപ്പം നമുക്കറിയാം, ഒരു $100 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇതുമായി ചൈന പോലെ 90% ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും? സ്വർണത്തിന് വില കൂടും. ഒരു സൈഡിൽ ഓഹരി വിപണികൾ ചിലപ്പോൾ തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോക സാമ്പത്തിക ക്രമത്തിൽ ഇത് വരുത്തിവെച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നാണ് കരുതുന്നത്? അല്ല, ഒന്ന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഓയിലിന്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അത് മുമ്പും മിഡിൽ ഈസ്റ്റിൽ വാറുകൾ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ കേസ് ട്രേഡ് റീറൂട്ടിംഗ് ആണ് വേറൊരു വിഷയം. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ് ഏകദേശം ലോകത്തിലെ ഓയിൽ ആൻഡ് ഗ്യാസിന് 25% സപ്ലൈയും അതുവഴിയാണ് പോകുന്നത്. അത് ഈ യുദ്ധസമാനമായിട്ടുള്ള ഏരിയയിൽ, പ്രത്യേകിച്ച് റെഡ് സീലൊക്കെ ആണെന്ന് അത് റീറൂട്ട് ചെയ്യേണ്ടി വരും. റീറൂട്ട് ചെയ്ത് വരുമ്പോൾ വേറൊരു പ്രശ്നം, ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ പ്രീമിയം കൂട്ടും. അത് കഴിഞ്ഞ് ഇതെല്ലാം കോസ്റ്റ് ആയിട്ട് കസ്റ്റമറിന് അടുത്ത് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇൻഫ്ലേഷനിലോട്ട് പോകും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ് നമ്മൾ വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടിലിറ്റി ഇൻഡെക്സ് എന്ന സാധനമുണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വോൾട്ടൈലാണ് മിക്കവാറും എല്ലാ മാർക്കറ്റ്സും. പിന്നെ സ്വർണത്തിന്റെ ഒക്കെ ഡിമാൻഡ് കൂടും, അതുകൊണ്ട് തന്നെ അതിന്റെ വില കൂടും. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു മറുവശം, ഇതിപ്പം ട്രംപിന് ഇറാനുമായിട്ടൊരു അഗ്രിമെന്റിൽ എത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ ബെനിഫിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യ ആയിരിക്കും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഓഫർ ചെയ്തിരുന്നതാണ് 2019 മുതൽ കുറഞ്ഞ വിലയിൽ നീണ്ട ക്രെഡിറ്റ് പീരീഡിൽ ഓയിൽ തരാമെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ റിലീഫാണ്. പക്ഷെ അത് അമേരിക്ക സാങ്ഷൻസ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. അതേപോലെയാണ് ചാബഹാർ പോർട്ട് 10 വർഷത്തിന്റെ അഗ്രിമെന്റ് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. കാരണം പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും തുടർന്ന് യൂറോപ്പിലോട്ടും നമുക്ക് ട്രേഡിനുള്ള ഒരു പ്രധാനപ്പെട്ട റൂട്ടാണ്. അവിടെയും ചില തടസ്സങ്ങളുള്ളത് ഈ സാങ്ഷൻസ് കാരണമാണ്. പിന്നെ നേരത്തെ ശ്രീ ഷാലു പറഞ്ഞതിനോട് ആഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കഷനിൽ ഉണ്ടായ പാളിച്ച ഇതാണ്. കാരണം ആ സ്റ്റോൾ ചെയ്ത് പൊക്കോണ്ടിരുന്നത് കണ്ടീഷൻസ് വെച്ച ട്രംപാണ്, സ്റ്റോൾ ചെയ്ത് പൊക്കോണ്ടിരുന്നത് ഇറാൻ കാരണമാണ്. കാരണം ട്രംപിന്റെ കണ്ടീഷൻസ് ഇത്രേ ഉള്ളൂ. ഒബാമയുടെ കാലഘട്ടത്തിലെ പോലെ അല്ല ഇത്. തീർച്ചയായിട്ടും ഈ എൻറിച്ച്മെന്റ് റോൾ ബാക്ക് ചെയ്യണം. ഇനി പോരാടി അതിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല.
2 ബലിസ്റ്റിക് മിസൈലിന്റെ സ്കീമുകൾ ഞങ്ങൾ റിവ്യൂ ചെയ്യും. 3 സ്ഥിരമായിട്ടുള്ള ഓഡിറ്റ് നടത്തും. അത് നിങ്ങളുടെ ന്യൂക്ലിയർ സെന്റേഴ്സിൽ മാത്രമല്ല, ഞങ്ങൾക്ക് സംശയം തോന്നുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും നടത്തും. അങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ചു. അതേപോലെ തന്നെ ഹൂത്തികളെയും ഹമാസിനെയും ഹെസ്ബുള്ളയും മറ്റ് ഷിയ മിലിഷ്യസിനെയും ഒക്കെ നിങ്ങൾ ഇതുകൊണ്ട് സഹായിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് സഹായിക്കില്ല എന്നൊരു ക്ലോസും കൂടെ അവിടെ ചേർക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇറാൻ പതിയെ മടി കാണിച്ച് നീങ്ങി നിന്നത്. പക്ഷെ ഞാൻ അമേരിക്കയ്ക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം അന്ന് തന്നെ ട്രംപ് പറഞ്ഞു, ഞാൻ ഇനിയും പറയും, പക്ഷെ അത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ദുരിതം അനുഭവിക്കാൻ റെഡി ആയിരിക്കും എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് അന്നേ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇസ്രായേലിനെ 2 രീതിയിൽ ഇസ്രായേലിനെ ഗുണം ചെയ്യും, അമേരിക്കയും ഗുണം ചെയ്യും. ഇസ്രായേലിന് ശ്രീ ഷാലു കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഇപ്പം നമ്മളിവിടെ നാട്ടില് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും രാവിലെ സുപ്രീം ലീഡർ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു ദി ജ്യൂസ് എന്നാണ്. ഇങ്ങനെ പറയുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ അതേപോലെ ഒരു ഒക്ടോബസിന്റെ തല പോലെ പല കൈകളുള്ള, ഒരു കൈ ഹമാസും ഒരു കൈ ഹെസ്ബുള്ളയും ഒരു കൈ ഇസ്ലാമിക് ജിഹാദും ഒരു കൈ ഹൂത്തികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇറാന്റെ കയ്യിൽ നാളെ ന്യൂക്ലിയർ പവർ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് കാണിക്കും? ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാകാൻ സാധ്യതയില്ലേ? ഇല്ലാതാക്കുമെന്ന് സുപ്രീം ലീഡറും അവിടെയുള്ള പല മിനിസ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട് ഓപ്പൺലി, പബ്ലിക് സ്പേസിൽ ടെലിവിഷന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇതാണ് ഒരു സൊല്യൂഷൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ഒരുപാട് യുദ്ധങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ പങ്കെടുക്കേണ്ടി വന്നു. ഒരു സൊല്യൂഷനായിട്ട് ഇത് ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് നടക്കുന്നത്. പക്ഷെ അതിന് ഒറ്റ കാര്യം എന്നുള്ള സൊല്യൂഷനുള്ളൂ, ട്രംപിന് മുന്നിൽ ഇറാൻ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. അല്ലാതെ ഒരു സൊല്യൂഷൻ കാണുന്നില്ല, മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. അതെ, പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ആണവ കരാറിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ഇറാനെ എത്തിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രയാസകരമായ കാര്യമാണെന്ന് നമുക്കറിയാം. മിഥുൻ, നമുക്ക് ഈ അമേരിക്കയുടെ ഒരു ഭാവി മിഡിൽ ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ അമേരിക്ക ഇനി കൂടുതൽ ട്രൂപ്സിനെ അവിടെ വിന്യസിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധത്തിലാണെങ്കിലും 2-ാം ലോകമഹായുദ്ധത്തിലാണെങ്കിലും ഒക്കെ അമേരിക്ക തുടക്കത്തിൽ പങ്കാളികളായിരുന്നില്ല. ജർമ്മൻ യു-ബോട്ട് മുക്കിയത് മൂലം ആദ്യ ലോകമഹായുദ്ധത്തിലും 2ാമത് പേൾ ഹാർബർ അറ്റാക്ക് മൂലം സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക അത് ഫോഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അമേരിക്കൻ ട്രൂപ്സിനെ അവിടെ വിന്യസിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും ക്രിസ്റ്റ്യൻ, ഞാൻ നസീർ സാറിന് ഒരു മറുപടി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഞാൻ വളഞ്ഞിട്ട് ആക്രമിക്കില്ല. സാർ, ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനാണ് ഇറാൻ ഈ സോഡിയം പെർക്ലോറേറ്റ് ഫ്രം ചൈന, എന്തിനാണ് എൻജിൻസ് നിങ്ങൾ വാങ്ങുന്നത് ഇവിടുന്ന് നോർത്ത് കൊറിയയിൽ നിന്ന്? നിങ്ങൾക്ക് എന്തിനാണ് യുറേനിയം? നിങ്ങൾക്ക് വർഷങ്ങളോ 100-150 വർഷത്തോളം എണ്ണ നിങ്ങൾ കിടക്കുകയാണ്. യു ഡോണ്ട് നീഡ് യുറാനിയം. ആവശ്യമുണ്ടോ? നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം സാർ സമയം കിട്ടുമ്പോൾ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അദ്ദേഹം ഒരു ഇറാനിയൻ പൗരനാണെന്നൊരു തോന്നലുണ്ടാകും. അദ്ദേഹം ഇറാനെ സപ്പോർട്ട് സംസാരിച്ചു. അത് ഞാൻ പറയുന്നത്, ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് പറയുന്നത് സാറ് പറഞ്ഞു ഇറാൻ ഒരുപാട് ഇറാന്റെ ഇന്ന് എയർ ഡിഫൻസ്, ലെറ്റ് മി കണ്ടിന്യൂ ദൻ, എയർ ഡിഫൻസ് ഇല്ല ഇന്ന് F-35 കയറി മറിയുകയാണ്. ഞാൻ പറയട്ടെ, ഇസ്രായേലിലെ കാര്യം പറയാം. നിങ്ങൾ 300, 400, 500 ബലിസ്റ്റിക് മിസൈൽ അയക്കുമ്പോൾ 95% മാത്രമാണ് ഈ പറഞ്ഞ ആരോ 2, ആരോ 3 ഡേവിഡ് സ്ലിങ്ങിന്റെയൊക്കെ സക്സസ് റേറ്റ്. അകത്ത് പോകും. ലെറ്റ് മി ടെൽ വൺ മോർ തിങ്, ഒരുപാട് കാര്യം പറയട്ടെ. അമേരിക്കൻ വാർഷിപ്പേഴ്സ് USSന്റെ സ്റ്റാൻഡ് ബൈയിൽ കിടക്കുകയാണ്. ഇൻ കേസ് ഇറ്റ് ക്യാൻ കം ആൻഡ് ഹെൽപ്പ് ഇറ്റ്. ഇതുവരെ നത്തിങ് ഹാപ്പൻഡ്. ഓക്കെ, ഇതിനെല്ലാവർക്കും പറയുകയാണ്. ബട്ട് വാർ അനുകൂലിക്കുന്നില്ല. ഓക്കെ ക്രിസ്റ്റീന, ചോദ്യം ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഫോറിൻ പോളിസി, ലെറ്റ് മീ കണ്ടിന്യൂ ആൻഡ് ബാക്ക്. ഫോറിൻ പോളിസിയെ പറ്റി പറയാം. അമേരിക്കയുടെ ഫോറിൻ പോളിസി മിഡിൽ ഈസ്റ്റ് പോളിസി അല്ല. ഓക്കെ, ആഫ്റ്റർ ബൈഡൻ വന്ന ശേഷം നമ്മൾ കണ്ടതാണ്, അഫ്ഗാനിസ്ഥാൻ വിഡ്രോ ചെയ്തു. $2 trillion വർത്ത് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ലീവ് ചെയ്ത് അമേരിക്ക അവിടെ നിന്ന് പോകുന്നു. കാരണം എന്താണ്? 90-കൾ അമേരിക്കയുടെ ഫോറിൻ പോളിസി എല്ലാം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടതായിരുന്നു. നൗ വി ആർ ഹാവിംഗ് എ ബിസിനസ്. നമ്മുടെ അമേരിക്കയുടെ ഇപ്പൊ ടാർഗറ്റ് എന്താണ്? ഇൻഡോ പസഫിക്. അതായത് ചൈന, റഷ്യയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പസഫിക്കിലേക്കാണ് അമേരിക്ക എല്ലാം. ഇപ്പൊ ഡിയോഗ ഗാർഷ്യയിൽ പോലും നമ്മൾ ബീറ്റ് വിട്ടിരിക്കുന്നു. സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടും വലിയ ചർച്ച നടക്കുന്നു. വി ആർ ഇൻവെസ്റ്റിംഗ് ഓൺ ദാറ്റ് ഏരിയ. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നതാണ്? നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ് മിഡിൽ ഈസ്റ്റിലേക്ക്. അമേരിക്ക ലോങ് ടേം ഗോൾ ആയിട്ടുള്ള ഈ ഫോറിൻ പോളിസിയുള്ള ഇൻഡോ പസഫിക് അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ചു വരികയാണ്. ഇവിടേക്ക് വന്നിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇറാനും ഇസ്രായേലും അല്ല, അമേരിക്ക മാത്രമാണ്. സാമ്പത്തികമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. $1 ബില്യൺ ഒരു ദിവസം അമേരിക്ക വേസ്റ്റ് ആക്കുന്നത്. ഇപ്പോൾ എവിടെ വേസ്റ്റ് പറയാൻ സാധിക്കില്ല. ടു ഷൂട്ട് ഡൗൺ ദീസ് ബലിസ്റ്റിക് മിസൈൽസ്. അറിയാം നമുക്ക്. 200 million ആണ് ഇവരുടെ ചെലവ്, അവിടെ ഇറാന്റെ ചെലവ്. ഈ പറയുന്ന നിസ്സാരമല്ല. ഈ പറയുന്നത് അടിച്ചുവിടണമെങ്കിൽ ലക്ഷക്കണക്കിന് ടാക്സ് പേയേഴ്സ് പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറിൻ പോളിസി. മിഥുൻ, സമയക്കുറവ് കൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രീ UN നസീറിന് ഞാനൊരു അവസരം കൊടുക്കുകയാണ്. മിഥുൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് മിസൈൽ വിടുന്നു? ഞങ്ങളല്ല മിസൈൽ വിടുന്നത്. ഞാൻ മിസൈലിനെയും യുദ്ധത്തിനെയും വാറിനെല്ലാം എതിർക്കുന്ന കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. അകാരണമായിട്ട് ലോക പോലീസിന്റെ പണിയെടുത്തിട്ട്
ഇസ്രായേൽ വന്നിട്ട് അവിടെ അടിച്ചപ്പോൾ അവർ തിരിച്ചടിക്കൂല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർ തിരിച്ചടിച്ചപ്പോൾ കുറച്ച് രൂക്ഷമായി എന്നുള്ള കാര്യം ശരിയാണ്. പിന്നെ ആണവ കരാറിൽ ഇറാൻ ഉണ്ടായിരുന്നു. അത് ബാരക് ഒബാമയുടെ കാലത്ത് ചരിത്രം എടുത്തു നോക്കിയാൽ മതി. മിഥുൻ, ബാരക് ഒബാമയുടെ കാലത്ത് കരാറിൽ വന്നു. ആ കരാറിന്റെ സബ് കമ്മിറ്റിയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അകാരണമായിട്ട് ആ കരാർ റദ്ദാക്കപ്പെട്ടതിന് ശേഷമാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയത്. അത് നമ്മൾ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്നും യുദ്ധം നിലനിർത്താൻ അല്ലെങ്കിൽ ചില രാഷ്ട്രീയപരമായ കാര്യങ്ങളാൽ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും ബാക്കിയുള്ള ആളുകൾക്കും അതുപോലെ യുദ്ധം കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന കുറച്ച് കാട്ടാളന്മാരുണ്ട്. അവർക്ക് അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇതുകൊണ്ടുള്ള അനന്തര ഫലം ലോകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ബില്യൺ കണക്കിന് ഡോളർ ചെലവാക്കുന്നു. ഞങ്ങളൊക്കെ ചെയ്ത ടാക്സ് മണിയാണ് ആ പോകുന്നത്. അത് നമ്മൾക്കൊക്കെ പ്രതിഷേധമുണ്ട്. അമേരിക്കയിൽ മൊത്തം ആളുകൾക്ക് ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. അമേരിക്ക യുദ്ധത്തിൽ പങ്കാളി അല്ലെങ്കിലും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാർ താമസിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. അപ്പൊ അവിടെ മിസൈലുകൾ ഒന്ന് വീഴുന്ന അമേരിക്കൻ പൗരന്മാരുടെ ദേഹത്തൂടെയാ. ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല അമേരിക്കയുണ്ട്. ടാക്സ് പേയറുടെ പണി എന്ന് പറഞ്ഞാൽ അവരും ടാക്സ് പേയേഴ്സാ, മനസ്സിലായോ? അപ്പൊ അത് അമേരിക്കൻ പൗരനെ ഏത് മണ്ണിലാണെങ്കിലും ഡിഫെൻഡ് ചെയ്യാനുള്ള റൈറ്റ് അമേരിക്കയുണ്ട്. അത് അവരുടെ അധികാരമാണ്. ഏകദേശം അപൂർണമായി ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ കൂടുതലായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ UA നസീർ, ശ്രീ മിഥുൻ തോമസ് ആൻഡ് ശ്രീ ഷാലു പുന്നൂസ്. എന്ത് കാരണമായാലും രാവിലെ മുതൽ രാത്രി വരെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വൈകുന്നേരം ഒന്ന് സമാധാനമായി കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകമെമ്പാടുമുള്ള ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് യുദ്ധകൊതിയന്മാരായിട്ടുള്ളത് ഈ വിപണിയിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരും അതേപോലെ തന്നെ പ്രഖ്യാപിത താല്പര്യങ്ങളുള്ള ഫണ്ടമെന്റലിസ്റ്റുകളും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യത്തിന് വേണ്ടി, ആ ഒരു ന്യൂനപക്ഷത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ ഭൂരിപക്ഷം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെന്തിനാണ്, എന്തിനു വേണ്ടി ഈ യുദ്ധം എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.